വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ വിഷ്ണുവിനെ ഇറക്കണമെന്ന് പറഞ്ഞ് രാഘവൻ നായർ ആകെ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ശാലിനിയെ വിളിക്ക്, ഇല്ലെങ്കിൽ ഞാനാണെങ്കിൽ അങ്ങോട്ട് കളക്ട്രേറ്റിലേക്ക് ഒരു പോക്ക് പോകുമെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം സത്യഭാമ പറയുന്നുണ്ട്, ഇത്രയും ഇത് എന്തോ വലിയ കേസാണെന്ന് തോന്നുന്നു, ആ പെൺകുട്ടിയുടെ നെറ്റിയിൽ ചോരയൊക്കെ ഒഴിക്കുന്ന കണ്ടിട്ടില്ലേ, നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും ന്യായം വേണ്ടേ, ശാലിനി പോലുള്ള ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാളിനെ വിളിക്കുമ്പോൾ എന്ന് പറഞ്ഞ് ഭാമ ആദ്യം വിളിക്കുന്നില്ല. അന്നേരം രാഘവൻ നായർ ആകെ ബഹളം ഉണ്ടാക്കുകയാണ്. എൻ്റെ മോനെ കൊണ്ടുവരാൻ എനിക്കറിയാം, ഞാൻ കളക്ട്രേറ്റിലേക്ക് ചെല്ലും, ഞാൻ എന്നും പറഞ്ഞ് ആകെ വിഷ്ണുവിനെ കൊണ്ടുവരണമെന്നും പറഞ്ഞത് വെറുതെ ഇല്ല, ഭ്രാന്തമായ അവസ്ഥയിൽ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുകയാണ്. അന്നേരം പിന്നെ പിള്ളയും പറയുന്നുണ്ട് ശാലിനി കുഞ്ഞിനെ വിളിക്കാനായിട്ട്. തുടർന്ന് ഭാമ അകത്തേക്ക് പോയിട്ട് റൂമിൽ ചെന്ന് ഫോൺ എടുത്ത് ശാലിനിയെ ഫോൺ ചെയ്യുന്നുണ്ട്. അന്നേരം ശാലിനി ഇങ്ങനെ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ശിവൻ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ചെന്ന് ചാടിയിട്ടുണ്ടല്ലോ, ഇവിടെ രാഘവേട്ടൻ ആകെ ബഹളം ഉണ്ടാക്കുകയാണെന്ന് പറയുമ്പോൾ രാഘവൻ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം ഭാമ സംസാരിക്കുന്നുണ്ട്, വിഷ്ണുവിനെ ജയിലിൽ നിന്ന് ഇറക്കണമെന്ന് പറഞ്ഞ് ഇവിടെ ബഹളം ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങോട്ട് വരുമെന്നൊക്കെയാണ് പറയുന്നതെന്ന് പറയുന്നുണ്ട്. അന്നേരം ഞാൻ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് അച്ഛനോട് പറയും, ഇനി സത്യമ്മ പറഞ്ഞ വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ പറയാം, ഫോൺ കൊടുക്കുമെന്ന് പറയുകയാണ്. തുടർന്ന് ശാലിനി സത്യഭാമ ഫോൺ കൊടുക്കുന്നുണ്ട്. തുടർന്ന് ശാലിനി പറയുന്നുണ്ട്, ഞാൻ സ്റ്റേഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ എൻ്റെ മോനെ വിഷ്ണുവിനെ കൊണ്ടുവരണം കേട്ടോ. ആ വിഷ്ണു എന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ ശാലിനിക്കൊരു ദേഷ്യം വരുന്നുണ്ട്. എന്നാലും ആ ഒരു അവസ്ഥയിൽ ശാലിനി സമാധാനിപ്പിക്കുന്നുണ്ട്, ഞാൻ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ചെന്നിട്ട് വിളിക്കാം, കൊണ്ടേ വരൂ എന്നൊക്കെ പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട്. അന്നേരം പിള്ള ഇവിടെ പൊന്നിയോട് പറയുന്നുണ്ട്, ശിവൻകുഞ്ഞിനെ ജയിലിൽ നിന്ന് സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുവന്നില്ലെങ്കിൽ രാഘവൻ നായർ വീടെടുത്ത് ഇളക്കി മറിക്കും എന്നൊക്കെ പറയുമ്പോൾ ഇനി എന്ത് ചെയ്യാനെന്ന് പറഞ്ഞ് പൊന്നി നിൽക്കുന്നുണ്ട്. അതേസമയം അവിടെ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ അവിടെ പിന്നെ ആൻ്റണിയൊക്കെ ആൻ്റണി ആൾക്കാരൊക്കെ അവിടെ തന്നെ കൂടിയിട്ടുണ്ട്, ആകെ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അവനെ ഇങ്ങോട്ട് പുറത്തോക്കി ഇറക്കി വിട്, അവനെ രക്ഷിക്കാനുള്ള ശ്രമമാണ് അകത്ത് നടക്കുന്നതെങ്കിൽ നമ്മൾ കൈകാര്യം ചെയ്യുമെന്നൊക്കെ പറയുകയാണ്. അന്നേരം അതൊക്കെ വേണ്ടപ്പെട്ടവരകത്തുണ്ട്, അവരത് ചെയ്തോളൂ എന്നൊക്കെ പോലീസുകാർ മറുപടി പറയുന്നുണ്ട്. പക്ഷേ ഇവരാകെ കിടന്ന് ബഹളം ഉണ്ടാക്കുകയാണ്. ഈ സമയം അവിടെ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ശാലിനിയുടെ വണ്ടി വന്ന് നിൽക്കുന്നുണ്ട്. അന്നേരം അവനെ രക്ഷിക്കാനായിട്ട് കളക്ടർ എത്തിയല്ലോ, ഇനി അവനെ എവിടെ നിന്ന് പുല്ല് പോലെ അവർ ഇറക്കിക്കൊണ്ട് പോകും എന്നൊക്കെ ഇങ്ങനെ ആൻ്റണി എല്ലാവരോടും പറയുന്നുണ്ട്. എന്നാൽ റാണിയും ചന്ദ്രയും ശാലിനിയും ഒക്കെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാണ്. അന്നേരം പിന്നെ സോമശേഖരൻ ചെന്ന് പറയുന്നുണ്ട്, മാഡം ജനങ്ങൾ ആകെ വയലൻ്റ് ആയിരിക്കുകയാണ്, അവനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാതെ അവരോടൊന്ന് പോകില്ല എന്നാണ് പറയുന്നത്, മാഡത്തെപ്പോലുള്ളവർക്ക് ഇടപെടാൻ പറ്റിയ കേസല്ല, ആ പെൺകുട്ടി അത്രയ്ക്ക് ക്രൂരമായിട്ട് ഉപദ്രവിച്ചു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അകത്തേക്ക് പോകുന്നതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതിനൊന്നും പ്രശ്നമില്ല, പക്ഷേ അവനെ രക്ഷിക്കാനുള്ളൊരു നീക്കം മാഡത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത്, ഞാൻ അത്രേ സൂചിപ്പിച്ചുള്ളൂ എന്ന് പറയുക. അന്നേരം അകത്ത് റസാക്കില്ലേ, എനിക്ക് റസാക്കിനെയാണോ ഒന്ന് കാണേണ്ടതെന്ന് പറയുമ്പോൾ അവരെയൊക്കെ തള്ളി മാറ്റിയിട്ട് ശാലിനിക്ക് കയറാനായിട്ട് പോലീസുകാർ വഴിയൊരുക്കുന്നുണ്ട്. ശാലിനിയും റാണിയും ചന്ദ്രയും കൂടി അകത്തേ കയറുന്നുണ്ട്. ഇതെല്ലാം ആൻ്റണി നോക്കി നിൽക്കുന്നേ ഉള്ളൂ, പക്ഷെ ഒന്നും പറയുന്നില്ല. ആൻ്റണി ഇങ്ങനെ നോക്കുന്നത് ശാലിനിയെ ശ്രദ്ധിക്കുന്നുണ്ട്. അകത്തേക്ക് ചെല്ലുമ്പോൾ റസാക്ക് ശാലിനിയെ കണ്ടങ്ങോട്ട് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് ശാലിനി പറയുന്നുണ്ട്, അയാളെ തുറന്നു വിട് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം റസാക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ശിവൻ പക്ഷേ സെല്ലിൽ അങ്ങോട്ട് നോക്കി തിരിഞ്ഞു നിൽക്കുകയായിരുന്നു. ശാലിനിയുടെ ശബ്ദം കേട്ടുകൊണ്ട് പെട്ടെന്ന് തിരിഞ്ഞ് ശിവൻ നോക്കുന്നുണ്ട്. അന്നേരം ശാലിനിയെ ശിവൻ്റെ മുഖത്ത് നോക്കുകയാണ്. പക്ഷെ അത്രയ്ക്ക് സമയം ശാലിനി മുഖത്ത് നോക്കുന്നില്ല, അങ്ങ് മാറ്റുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു വല്ലാത്തൊരു നോട്ടം പോലെ അവർ നോക്കി നിൽക്കുന്നുണ്ട്. ശാലിനി കസേരയിലേക്ക് ഇരുന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇയാൾ എന്തിനാ ഇങ്ങനെ ജയിലിൽ പിടിച്ചിട്ടിരിക്കുന്നതെന്ന്. അന്നേരം ഒരു പെൺകുട്ടിക്ക് വിവാഹ വാഗ്ദാനം നൽകി വീട്ടിൽ കൊണ്ടുവന്ന് പിടിക്കുകയായിരുന്നു. പിന്നെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ്, ജനങ്ങളാകെ വയലൻ്റാണ്, ഇവനെ കയ്യിൽ കിട്ടിയാൽ എന്തും ചെയ്യുന്നുള്ള, കൈ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരവിടെ നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. മാഡം ആ വീഡിയോ കണ്ടില്ലായിരുന്നോ എന്നും പറഞ്ഞ് റസാക്ക് വീഡിയോ ഓണാക്കി ശാലിനിക്ക് നേരെ നീട്ടുന്നുണ്ട്. അന്നേരം വേണ്ട എന്നിങ്ങനെ ശാലിനി കൈ കാണിക്കുകയാണ്. അന്നേരം ശിവൻ ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. സോമശേഖരനും ഒക്കെ ഉണ്ട്, റാണിയും ചന്ദ്രയൊക്കെ ഇവിടെ നിൽക്കുകയാണ്. അന്നേരം പറയുന്നുണ്ട്, പക്ഷേ ഇയാൾ നിരപരാധിയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്, അതൊരു ഫേക്ക് വീഡിയോ ആണെന്ന് പറയുകയാണ്. അന്നേരം മാഡം നേരത്തെ ഞാൻ വിളിച്ചപ്പോൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ സംസാരിച്ചത്. അന്നേരം ഞാനും ആ വീഡിയോ കണ്ടിട്ട് ആകെ അന്തം വിട്ട് നിൽക്കുകയായിരുന്നു, സത്യാവസ്ഥ അറിയുന്നത് വരെ ഇത് ഒരു പെണ്ണിൻ്റെ ബുദ്ധി ഉദിച്ച ഒരു ഇത് മാത്രമാണ്, അയാൾ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ആ വീഡിയോ ഇങ്ങോട്ട് എടുക്കുമെന്ന് പറഞ്ഞിട്ട് റാണിയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി, ഇത് കണ്ടു നോക്ക് എന്നിങ്ങനെ പറഞ്ഞ് റസാക്കിന് നേരെ നീട്ടുകയാണ്. അന്നേരം പണി പാളിയല്ലോ എന്നിങ്ങനെ പറഞ്ഞ് സോമശേഖരൻ നിൽക്കുകയാണ്. അന്നേരം ശിവൻ ഇതൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുന്നുണ്ട്. ഒരു ഫേക്ക് ന്യൂസാണ്, വേറെ ഇയാളെ അപമാനപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ റസാക്ക് ഈ വീഡിയോ ഇങ്ങനെ കാണുന്നുണ്ട്. ആ ഡേസി മനഃപൂർവ്വം സൃഷ്ടിക്കുന്ന ആ വീഡിയോ ഇങ്ങനെ കാണുകയാണ്. ഇത് റാണി റീൽസ് ഹോബിയായിട്ട് കൊണ്ട് നടക്കുന്ന പെൺകുട്ടിയാണ്. എന്തായാലും പെൺകുട്ടി ഇതുകൊണ്ട് പിന്നെ ഒരു പെൺകുട്ടിയുടെ തന്നെ കള്ളി തന്നെ വെളിച്ചത്തായല്ലോ, ഒരാളിനെ രക്ഷിക്കാനായിട്ട് സാധിച്ചല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം വീഡിയോയും കണ്ടിട്ട് റസാക്ക് ശിവനെയും നോക്കുന്നുണ്ട്, വീഡിയോയും നോക്കുകയാണ്. അന്നേരം റസാക്കിന് കാര്യം മനസ്സിലാകുന്നുണ്ട്. അന്നേരം
വെറും ഒരു വീഡിയോയുടെ പുറത്ത് ഒരാളെ ഇങ്ങനെ ശിക്ഷിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഇയാൾ ഈ ഇത്രയും നേരം എന്തുമാത്രം അയാളുടെ ആ ഒരു മാനസികാവസ്ഥ, അയാളുടെ കുടുംബം ഇതൊക്കെ എന്തുമാത്രം അനുഭവിച്ച് കാണും, അതൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് കുറേയൊക്കെ ശാലിനി കുറേ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അന്നേരം യാതൊരു വ്യക്തമായ തെളിവില്ലാതെ ഇങ്ങനെയൊക്കെ പിടിച്ചിടുമ്പോൾ ബാക്കി ഇങ്ങനെ മേലുദ്യോഗസ്ഥരുടെ മുന്നിൽ ഉത്തരം പറയാതെ ഇങ്ങനെ നിൽക്കേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ റസാഖ് തലവഞ്ചി നിൽക്കുന്നേ ഉള്ളൂ, ഒരു മറുപടിയും പറയാനാകാതെ. തുടർന്ന് ആ ഡേസി ചെയ്തതാണ് എന്നുള്ളത് അവിടെ എല്ലാവർക്കും ബോധ്യമാവുകയാണ്. എന്നിട്ട് ഇനി അയാളെ തുറന്നു വിട് എന്നിങ്ങനെ പറയുമ്പോൾ റസാഖ് ഇങ്ങനെ ആദ്യം ദേഷ്യം കൊണ്ട് നിൽക്കുന്നുണ്ട്, അങ്ങനെ മാനം കെട്ട് നിൽക്കുകയാണ്. എന്നിട്ട് സോമശേഖരനോട് പറയുന്നുണ്ട്, ഇയാൾക്കായിരുന്നല്ലോ പിന്നെ അവനെ പിടിക്കാനും വിലങ്ങ് വയ്ക്കാനും ഒക്കെ വെപ്രാളം ഉണ്ടായിരുന്നത്, അങ്ങോട്ട് തുറന്നു വിടറോ എന്നിങ്ങനെ പറയുമ്പോൾ എസ് സാറെന്നും പറഞ്ഞിട്ട് സോമശേഖരൻ പോയിട്ട് അവിടെ സെല്ല് തുറന്ന് ശിവനെ പുറത്തേക്ക് ഇറക്കുകയാണ്. സെല്ലിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ശിവനാണെങ്കിൽ സോമശേഖരനോട് കയർത്ത് സംസാരിക്കുകയാണ്. എന്താടോ സോമശേഖര, മാങ്ങ ലക്ഷ്യം വെച്ചല്ലേ എറിഞ്ഞത്, പക്ഷേ ഉന്നം ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയല്ലേ, പ്രായത്തിൻ്റെയാണ്, കാഴ്ചക്കുറവിൻ്റെയാണ്, ഇനി അടുത്ത വട്ടം നമുക്ക് ശരിയാക്കി എടുക്കാം, പോട്ടേട സോമശേഖര എന്നൊക്കെ ഇങ്ങനെ കൈയൊക്കെ ചുരുട്ടി ഇങ്ങനെ സോമശേഖരനെ ചോദിക്കുമ്പോൾ സോമശേഖരൻ തലകുനിച്ച് നിൽക്കുന്നേ ഉള്ളൂ. 1000 കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നല്ലേ, പിന്നെ അങ്ങനെയല്ലേ റസാഖ് എന്ന് ചോദിക്കുമ്പോൾ യെസ് മാഡം എന്നിങ്ങനെ പറയുന്നുണ്ട് റസാഖ്. അന്നേരം മറ്റ് ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലെങ്കിൽ ഇയാളെ കൊണ്ടുപോകല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഓ ഷുവർ എന്ന് പറയുകയാണ്. തുടർന്ന് ശാലിനി ഇങ്ങനെ ശിവൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. റസാഖ് പുറകെ പോവുകയാണ്. അന്നേരം ചന്ദ്ര ഓടി വന്ന് ഏട്ടാന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അന്നേരം കുഴപ്പമൊന്നുമില്ല വാ എന്ന് വിളിച്ചുകൊണ്ട് അവരെല്ലാവരും കൂടി ആ ആൾക്കൂട്ടത്തിന് ഫ്രണ്ടിലേക്ക് പോകുന്നുണ്ട്. നേരെ ആൻ്റണി ആണെങ്കിൽ അവിടെ കൂടി നിൽക്കുന്ന ആൾക്കാരോടൊക്കെ പറയുന്നുണ്ട്, ഇപ്പോൾ കളക്ടർ അവനെ രക്ഷിച്ചുകൊണ്ട് പോകും, നമ്മൾ ഒറ്റക്കെട്ടാതെ നിൽക്കണം, സത്യാവസ്ഥ നമുക്കറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരെ ചട്ടം കെട്ടി നിൽക്കുമ്പോഴാണ് അവരെല്ലാവരും കൂടി ഇറങ്ങി വരുന്നത്. അന്നേരം അവനെ രക്ഷിച്ചുകൊണ്ട് പോകാനായിട്ട് ഒരിക്കലും ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അന്നേരം ഞാനൊന്ന് പറയട്ടെ, എൻ്റെ സത്യാവസ്ഥ അറിയാതെയാണ് നിങ്ങൾ ഇയാളെ കുറ്റക്കാരനാക്കുന്നത്, ശിവൻ നിരപരാധിയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അതെല്ലാം ഉടനെ ലൈവായിട്ട് ടി വിയിലൊക്കെ വരുന്നുണ്ട്. അവിടെ സത്യഭാമയുടെ വീട്ടിൽ രാഘവൻ നായരും പിന്നെ ഭാമയും പിള്ളയും പൊന്നിയും കൂടിയൊക്കെ ടി വിയുടെ മുന്നിലിരുന്നത് കാണുകയാണ്. രാഘവൻ നായർക്ക് ആകെ സന്തോഷമാവുന്നുണ്ട്. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ ശാലിനി ചെന്നാലേ എല്ലാ കാര്യവും നടക്കുള്ളൂ, വിഷ്ണു എൻ്റെ മോനെ വെറുതെ കുറ്റക്കാരിയാക്കിയതാണെന്നൊക്കെ രാഘവൻ നായർ കൈയടിച്ചൊക്കെ പറയുകയാണ്. അന്നേരം ഇല്ല ഒരിക്കലും ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെ ഈ ആൾക്കാർ പറയുന്നുണ്ട്. അന്നേരം ഞാൻ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്, ആ പെൺകുട്ടി ഫേക്കായിട്ട് ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ്, ഇയാളെ മനഃപൂർവ്വം അപമാനപ്പെടുത്താൻ വേണ്ടി, ആ തെളിവ് ഞാൻ നിങ്ങൾക്ക് മുന്നിലും കാണിക്കാം എന്ന് പറഞ്ഞിട്ട് റാണിയുടെ ഫോൺ വാങ്ങി ആ ഒരു വീഡിയോ ഓണാക്കി ഇങ്ങനെ മീഡിയയ്ക്ക് നേരെ ഇങ്ങനെ കാണിക്കുകയാണ്. അതൊക്കെ ലൈവായിട്ട് അവിടെ ടി വിയിൽ വരുന്നുണ്ട്. അന്നേരം അവരെല്ലാം ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നുണ്ട്. ആൻ്റണിക്ക് ഇത് പണി പാളിയെന്ന് മനസ്സിലാകുമ്പോൾ ആൻ്റണി പതിയെ പിന്നോട്ട് മാറുകയാണ്, അവിടെ നിന്ന് സ്ഥലം വിടുന്നുണ്ട്. അന്നേരം ശാലിനി ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. അതിനുശേഷം ആൻ്റണിയാണെന്ന് തോന്നുന്നു സുസ്മിതയെ ആരോ ഇങ്ങനെ ആശ്രമത്തിൽ ഫോൺ ചെയ്ത് പറയുന്നുണ്ട്, പക്ഷേ ആൻ്റണിയാണോന്ന് കാണിക്കുന്നില്ല. അന്നേരം അതെയോ അങ്ങനെയോ എന്ന് പറഞ്ഞിട്ട് ആകെ ദേഷ്യപ്പെട്ട് സുസ്മിത ടി വി ഓണാക്കുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ കാണുകയാണ്. സുസ്മിത ഇങ്ങനെ ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പഠിച്ചു വിടുന്ന വാർത്തകളൊക്കെ നമ്മൾ വിശ്വസിച്ചാലോ, ഒരാളെ അപമാനപ്പെടുത്തില്ലേ, ഇങ്ങനെയാണ് ഓരോന്നും സംഭവിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ശാലിനി കുറേ സോഷ്യൽ മീഡിയക്ക് എതിരായിട്ടും വരുന്ന വ്യാജ വീഡിയോയെക്കുറിച്ചുമൊക്കെ കുറേ പ്രസംഗിക്കുന്നുണ്ട്. അന്നേരം റാണി പറയുന്നുണ്ട്, കാണുന്ന ചെറിയ രീതിയിൽ റീൽസൊക്കെ എടുത്ത് നടക്കുന്നതാണ് ഞാനും കാണുന്നതെന്ന് ഞാൻ എൻ്റെ വീഡിയോ പകർത്തുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചതെന്ന് പറയുമ്പോൾ ചന്ദ്രയും പറയുകയാണ്, അന്ന് ഇതേപോലൊരു എൻ്റെ ഏട്ടനെ മുന്നേ അപമാനപ്പെടുത്താനായിട്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ട്, ഒരിക്കൽ എൻ്റെ കല്യാണത്തിന് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് പൂമാല ഏട്ടനും കളക്ടറും കൂടി വാങ്ങിയപ്പോൾ അവരുടെ വിവാഹം നടന്നു എന്ന് വരെ സോഷ്യൽ മീഡിയ പറഞ്ഞു ഒപ്പിച്ചവരാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം കേട്ടില്ലേ, അപ്പോൾ സ്ത്രീകൾക്ക് ഇങ്ങനെയും ചിന്തിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അതൊരു വ്യാജ വീഡിയോ ആണ്, അപ്പോൾ ശിവൻ ഈ കാര്യത്തിൽ നിരപരാധിയാണ്, ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പിന്നാലെ സത്യം അറിയാതെ നിജസ്ഥിതി അറിയാതെ പോയാൽ പലരും അപമാനപ്പെടുത്തും, പിന്നെ ജീവൻ വരെ പോകുന്ന അവസ്ഥ വരെ വന്നിട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവരെല്ലാവരും ഇങ്ങനെ കൈയടിക്കുന്നുണ്ട്. സത്യാവസ്ഥ മനസ്സിലായിട്ട് കൈയടിക്കുകയാണ്, ശിവൻ നിരപരാധിയാണെന്ന് പറയുന്നുണ്ട്. അവിടെ രാഘവൻ നായരും കണ്ട് തകർത്ത് കൈയടിക്കുകയാണ്. ഇത് കണ്ട് ദേഷ്യം വരുന്ന സുസ്മിത ടി വിയുടെ റിമോട്ടർ അവിടെ എറിഞ്ഞ് അങ്ങോട്ട് പൊട്ടിക്കുകയാണ്. തുടർന്ന് എല്ലാം കഴിഞ്ഞ ശേഷം ശാലിനി ഇങ്ങനെ ശിവനെ നോക്കുന്നുണ്ട്. ശാലിനിയുടെ പക്ഷേ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞ പോലെ നിൽക്കുന്നുണ്ട് ആ ഒരു കാര്യമൊക്കെ പറഞ്ഞ ശേഷമാണെങ്കിൽ. പക്ഷേ ശിവൻ ഇങ്ങനെ ഒരു നന്ദി എന്ന പോലെ ശാലിനിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അതിനുശേഷം സുസ്മിതയാണെങ്കിൽ ആകെ ദേഷ്യത്തിൽ ഡേസിയെ ഫോൺ ചെയ്യുന്നുണ്ട്. അതിനെ ചേച്ചിന്ന് വിളിക്കുമ്പോൾ എനിക്ക് നിൻ്റെ ആ വിളി അങ്ങോട്ട് കേൾക്കണ്ട, ഒരു കാര്യം ഏൽപ്പിച്ചാൽ ചെയ്ത് തീർക്കാനായിട്ട് നിനക്ക് അറിയില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ചെയ്യുന്നത് കള്ളത്തരമാണെങ്കിലും അതൊരു ആത്മാർത്ഥത വേണം ചെയ്യാനായിട്ട് എന്ന് പറയുമ്പോൾ ഞാനിതൊന്നും അറിഞ്ഞില്ല എന്നിങ്ങനെ ഡേസി പറയുകയാണ്. അന്നേരം നിൻ്റെ തലയ്ക്ക് മുകളിലൂടെ അല്ല ആ ഒരു വീഡിയോ ഒരു തെളിവ് സഹിതം അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ഇനി ഇപ്പോൾ എന്താണ് ചെയ്യുക എന്ന് പറഞ്ഞ് സുസ്മിത ആകെ വഴക്ക് പറയുന്നുണ്ട് ഡേസി. അന്നേരം ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് ചോദിക്കുകയാണ്. അന്നേരം നീ ഒന്നും
ചെയ്യണ്ട, നീ ജനക്കൂട്ടത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങി നിന്നാൽ മതി, അവർ ചെയ്തോളും, നിൻ്റെ കള്ളത്തരങ്ങളൊക്കെ ലക്ഷോപലക്ഷം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, TV ഉണ്ടെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് നോക്ക്, ഏതെങ്കിലും പാതാളത്തിൽ പോയി ഒളിക്കുക നിനക്ക് നിവർത്തിയുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം സംഭവിച്ചു പോയി, ഇനി രക്ഷപ്പെടാനുള്ള വഴി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം എനിക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല, നീ എന്നോടൊരു ഉപദേശം ചോദിച്ചു, ഞാൻ തന്നു, പക്ഷെ നിനക്കത് ഫലവത്തായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല, ഇനി എന്നെ കൂടെ നാറ്റിക്കാതിരുന്നാൽ മതി എന്ന് പറയുകയാണ്. അന്നേരം കൂട്ടുപ്രതിയായിട്ട് എൻ്റെ പേര് പിടിക്കാതിരുന്നാൽ മതി, മനസ്സിലായല്ലോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം സുസ്മിത ആകെ വഴക്ക് പറയുന്നിട്ട് ഡെയ്സിക്ക് കരച്ചിലും സങ്കടമൊക്കെ വരുന്നുണ്ട്. ചേച്ചി ചേച്ചി എന്നൊക്കെ വിളിക്കുമ്പോൾ ഇനി എന്നെ അങ്ങനെ വിളിച്ചു പോകരുത്, എനിക്ക് കേൾക്കണ്ട, എന്താണെന്ന് വെച്ചാൽ നീ ചെയ്യ് എന്ന് പറഞ്ഞിട്ട് പിന്നെ സുസ്മിത അങ്ങ് ഫോൺ കട്ട് ചെയ്യുകയാണ്. ഡെയ്സി എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുമ്പോൾ വാതിൽ വന്ന് ആരോ മുട്ടുന്നുണ്ട്. അന്നേരം ഡെയ്സി ഇങ്ങനെ ആകെ പേടിച്ച് നിൽക്കുകയാണ്, ആരായിരിക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത്രയുമേ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. പക്ഷേ ആ വരുന്നത് ആൻ്റണിയും ഡേവിസും കൂടിയാണെന്ന് തോന്നുന്നു. അതിന് നേരത്തെ ആ പ്രൊമോയിൽ വന്നിട്ടുണ്ട്. അവർ പറയുന്നുണ്ട് ഇവിടെ നിന്നിനെ തന്ത്രങ്ങൾ മെനയണം എന്നൊക്കെ. അങ്ങനെയാണ് ആ ഒരു മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് ആ ഒരു അടുത്ത പ്ലാനൊക്കെ ഡെയ്സി അവിടെ നോക്കുന്നത്. അതെങ്ങനെ വർക്കൗട്ട് ആകുമെന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം. ഓക്കെ, താങ്ക്